Hi friends, Assalamu alaikum. Welcome back SHANSHABI recipes. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് സൂപ്പർ കിഡിലൻ ഐസ്ക്രീം കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അധികം ഒന്നും യൂട്യൂബിൽ കണ്ടുവരാത്ത റെസിപ്പിയാണിത്. നമുക്കിതെങ്ങനെ ഉണ്ടാക്കുമെന്ന് നോക്കാം. അതിനാവശ്യമായിട്ടുള്ളത് ഒരു ബേസിക് ചോക്ലേറ്റ് കേക്കാണ് വേണ്ടത്. ഞാൻ ചോക്ലേറ്റ് കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. സ്ലൈസ് ആയിട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി നിങ്ങൾക്ക് ചോക്ലേറ്റ് കേക്ക് സ്ലൈസ് ആക്കേണ്ട, സാധാരണ നമ്മൾ കേക്കിന് കട്ട് ചെയ്യില്ലേ, അതുപോലെ കട്ട് ചെയ്താലും മതി. അല്ലെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കുന്നത് ഒരു ചോക്ലേറ്റ് ബിസ്ക്കറ്റാണ്. ഓറിയോ ആയാലും കുഴപ്പമില്ല, അതുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ എനിക്കിഷ്ടപ്പെട്ടത് ഈ ചോക്ലേറ്റ് കേക്കിൻ്റെ റെസിപ്പിയാണ്, ബിസ്ക്കറ്റിനേക്കാളും ഇഷ്ടമായത്. ഇനി നമുക്കിതിൻ്റെ ആവശ്യം, ഇത് ക്രംസ് ആക്കുകയാണ്. മിക്സിയിലിട്ട് ക്രഷ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, നമ്മുടെ കൈ കൊണ്ടൊന്ന് പിച്ചെടുത്താലും മതി. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അതിൻ്റെ തൊട്ടടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കൺ കാണും, ഒന്ന് പ്രസ് ചെയ്ത് ഓൾ ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്നാൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ്. ഇനി നിങ്ങൾക്ക് വല്ല റെസിപ്പി റെക്കമെൻഡ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ മതി, ഞാനത് ചെയ്ത് കാണിച്ചു തരാം. ഞാനിപ്പോൾ എല്ലാ സ്ലൈസസും ക്രംസ് ആക്കിയിട്ടുണ്ട്. ബിസ്ക്കറ്റോടാണ് ചെയ്യണമെങ്കിൽ ഓറിയോ എടുത്താൽ മതി. അതുപോലെ ഇങ്ങനെ മിക്സിയിലിട്ട് ക്രഷ് ചെയ്യുക ഓറിയോ ബിസ്ക്കറ്റ്. എന്നിട്ട് ഞാനിപ്പോൾ ചെയ്യുന്ന മെത്തേഡ് അതേപോലെ ചെയ്യുക. പിന്നെ ഞാനിത് കേക്ക് ടിന്നിലാണ് ഉണ്ടാക്കുന്നത്. അതിൻ്റെ സൈഡിൽ കൂടെ ഞാൻ ഈ ക്രംസ് വെക്കുന്നുണ്ട്. അതുപോലെ വെക്കാൻ പറ്റില്ല, നമ്മൾ കേക്ക് വിപ്പ് ചെയ്യില്ലേ, അതുപോലെ സ്ലൈസ് ആക്കിയിട്ട് ചെയ്യില്ലേ, അതുപോലെ ഉള്ളൂ നമുക്ക് ബിസ്ക്കറ്റ് ചെയ്യാൻ പറ്റുക. എനിക്ക് ഏറ്റവും ഈസി ആയിട്ട് തോന്നിയിട്ടുള്ളത് ഈ റെസിപ്പിയാണ്. ഞാൻ ഇപ്പോൾ കേക്ക് ടിന്ന് എടുത്തിട്ടുണ്ട്. കേക്ക് ടിന്നിൽ സൈഡിൽ കൂടി അടിവശത്തു കൂടി ഓയിൽ ഗ്രീസ് ചെയ്തിട്ട് ബട്ടർ പേപ്പർ വെച്ചിട്ടുണ്ട്. അത് വേഗം കിട്ടാൻ വേണ്ടിയിട്ടാണ്, അല്ല ഒന്നുമല്ല. ഇനി ഞാൻ ചെയ്യുന്നത് പോലെ തന്നെ ചെയ്യണം. ഇത് കുറച്ച് ടഫുള്ളതാണ്, കുറച്ച് ബുദ്ധിമുട്ടുള്ള ഭാഗമാണ്, അല്ല ഒന്നുമല്ല പറയണത്. ഈ വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് തന്നെ കാണണം, എന്നാലും ഞാൻ എങ്ങനെ ഇത് ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുക. അല്ല അടിച്ചു മാറ്റി കളഞ്ഞാൽ ചിലപ്പോൾ മനസ്സിലാവില്ല, ഇതെങ്ങനെ ചെയ്തെന്ന് മനസ്സിലാവില്ല. അതുകൊണ്ട് തന്നെ ഫുള്ളായിട്ട് കാണണമെന്ന് പറയണത്. എന്നിട്ട് ഇത് ഒരു ലെയർ കൊടുത്തിട്ട് നന്നായിട്ട് പ്രസ് ചെയ്യുക. നന്നായിട്ട് പ്രസ് ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ ഗ്യാപ്പ് വന്നത് അറിയില്ല. ഇപ്പോൾ കുറച്ച് ഗ്യാപ്പ് ഉണ്ട്, നമുക്ക് ഒന്നും കൂടി കുറച്ച് ക്രംസും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊരു സ്പൂൺ കൊണ്ടോ അല്ലെങ്കിൽ ഗ്ലാസിൻ്റെ ബാക്ക് കൊണ്ടോ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കും. നന്നായിട്ട് പ്രസ് ചെയ്യണം, അല്ലെങ്കിൽ ഇത് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ കത്തിയിൽ പറഞ്ഞു പോരും. ഗ്യാപ്പൊക്കെ കണ്ടെങ്കിൽ നല്ല കട്ടിയിൽ തന്നെ നമുക്ക് ക്രംസ് കൊണ്ട് അടിയത്തെ ഇത് ശരിയാക്കാം. ഞാനൊരു നല്ല കട്ടി തന്നെയാണ് അടിയത്തെ ലെയർ ശരിയാക്കിയിരിക്കുന്നത്. ഞാനത് ലെയർ അല്ല ഉണ്ടാക്കുന്നത്, ഈ കേക്ക് ടിന്നിൻ്റെ ഷേപ്പിലാണ് ഈ കേക്ക് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ അടിവശം ശരിയായിട്ടുണ്ട്. ഇനി അതിൻ്റെ സൈഡ് 4 ഭാഗവും ഒന്ന് ക്രംസ് കൊണ്ട് അടിവശം ചെയ്താൽ മാതിരി തന്നെ ചെയ്തെടുക്കാം. അങ്ങനെ കൈ കൊണ്ട് നല്ല കനത്തിൽ ക്രംസ് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തെടുത്താൽ മതി. കൈ കൊണ്ട് തന്നെ ചെയ്താൽ മതി, സ്പൂൺ ചെയ്താൽ കുറച്ച് ശരിയാവും തോന്നുന്നില്ല. സൈഡ് വശമൊന്നും അടിവശത്തിനെ പോലെ ശരിയാവില്ല, നിര കിട്ടില്ല. ഇപ്പോൾ സൈഡ് വശം ചെയ്തിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ 4 ഭാഗവും ചെയ്തെടുക്കണം. ഇപ്പോൾ 4 വശം നല്ല പോലെ കട്ടിയിൽ തന്നെ ക്രംസ് കൊണ്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ആ കേക്കിൻ്റെ ഷേപ്പിൽ തന്നെ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഇത് ഇനി നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റാക്കണം. 5 മിനിറ്റ് സെറ്റാക്കിയാൽ മതി. 5 മിനിറ്റ് സെറ്റാക്കിയ ശേഷം എടുത്താണ്. ഇനി ഇതിലേക്ക് നമുക്ക് ഐസ്ക്രീം ഇട്ട് കൊടുക്കാം. കേക്കിൻ്റെ ബേസൊക്കെ സെറ്റായിട്ട് ഐസ്ക്രീം എടുത്താൽ മതി, അല്ലെങ്കിൽ അത് വെള്ളം പോലെ ആവും.
അതുകൊണ്ടാണ് നമുക്ക് കേക്കിന് പകരം വിപ്പിംഗ് ക്രീം ഉപയോഗിച്ചാലും മതി. വിപ്പിംഗ് ക്രീം ഇപ്പോൾ എല്ലാ കേക്കിനും ഉപയോഗിക്കണതല്ലേ, അതുകൊണ്ട് ഐസ്ക്രീം ഉപയോഗിച്ചാൽ മതി എന്ന് വിചാരിച്ച് ഞാൻ. ഐസ്ക്രീം ആകുമ്പോൾ കേക്കും ഐസ്ക്രീമും സൂപ്പർ ടേസ്റ്റാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാലേ അറിയുള്ളൂ. ഏറ്റവും ബുദ്ധിമുട്ടുള്ള വശം ഈ കേക്ക് ടിന്നിൻ്റെ ഷേപ്പിലാക്കി എടുക്കാവുന്നതാണ്. കുറച്ച് ബുദ്ധിമുട്ടുള്ള സംഭവമാണ്, പക്ഷേ എന്നാൽ കുറച്ച് ബുദ്ധിമുട്ടിയാലും വളരെ ടേസ്റ്റാണ് ഇത് കഴിക്കാൻ തന്നെ. ഐസ്ക്രീമും കേക്കും തമ്മിലുള്ള കോമ്പിനേഷൻ സൂപ്പർ കോമ്പിനേഷനാണ്. ഇനി ഈ ഐസ്ക്രീം എല്ലാ ഭാഗത്തും ഫുള്ളായിട്ട് നല്ല അമർത്തിയിട്ട് തന്നെ സെറ്റായി കൊടുക്കണം, അല്ലെങ്കിൽ അതിൻ്റെ ഇടയിൽ ഗ്യാപ്പ് വരും. നമുക്ക് ടാപ്പ് ചെയ്യാനൊന്നും പറ്റില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഇട്ടുകൊടുക്കുമ്പോൾ തന്നെ നന്നായി പ്രസ് ചെയ്യാൻ നോക്കണം. അതിന് ഫുള്ള് കവറാവണം ഐസ്ക്രീം. നിങ്ങളെൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് കൊടുക്കണം. ഇത് ഫുള്ളായിട്ടൊന്ന് ഐസ്ക്രീം കൊണ്ട് കവർ ചെയ്തെടുക്കാം. ഐസ്ക്രീം എല്ലാം ഫ്രിഡ്ജിൽ നിന്ന് അപ്പം എടുത്തുകൊണ്ടാണ് ഇത്രയും കട്ടി. ഇങ്ങനെ തന്നെ ഇടണം, അല്ലെങ്കിൽ ശരിയാവില്ല. അല്ലെങ്കിൽ കൂടുതൽ ടൈം നമ്മൾ ഫ്രിഡ്ജിൽ ഇത് വെക്കേണ്ടി വരും. നന്നായിട്ട് പ്രസ് ചെയ്തിട്ട് തന്നെ ഐസ്ക്രീം ഇടാൻ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ ശരിയായിട്ട് വരില്ല. ഇപ്പോൾ ഞാൻ ഫുള്ളായിട്ട് കവർ ചെയ്ത് ഐസ്ക്രീമൊക്കെ ശരിയാക്കി എടുത്തിട്ടുണ്ട്. ആ കേക്ക് ടിന്നിൻ്റെ ഫുള്ളായിട്ട് തന്നെ ഞാൻ ഐസ്ക്രീം എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് കവർ ചെയ്യണം. നമുക്ക് ഒരു പ്ലേറ്റ് വെച്ചിട്ട് ചെയ്താലും മതി. ഞാനിവിടെ ക്ലീൻ റാപ്പാണ് ഉപയോഗിക്കുന്നത്. ക്ലീൻ റാപ്പ് കൊണ്ട് ആക്കുകയാണെങ്കിൽ നമ്മളിതിൻ്റെ മുകളിൽ ഐസ് ക്രിസ്റ്റൽസ് ഒന്നും വരില്ല. അതുകൊണ്ട് തന്നെ ക്ലിയർ ആയിട്ട് കിട്ടും ചെയ്യും. നന്നായിട്ട് തന്നെ ക്ലീൻ റാപ്പ് വെക്കാൻ നോക്കുക. ഇന്നത് കയ്യിലില്ലെങ്കിൽ നമുക്ക് പ്ലേറ്റ് ഉപയോഗിച്ചാലും മതി. നല്ല മൂടുന്നൊരു പ്ലേറ്റ് വേണം. ഇത് ഫുള്ളായിട്ട് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒരു ദിവസം തന്നെ വെച്ചാൽ സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും. ഞാനിത് ഓവർനൈറ്റാണ് വെക്കുന്നത്. നിങ്ങൾ മോർണിംഗിലാണ് ഇത് ഉണ്ടാക്കുന്നതെങ്കിൽ ഒരു 6 മണിക്കൂർ വെച്ചാലും മതി. നിങ്ങൾക്ക് അത്ര ക്ഷമയില്ലാത്ത ആൾക്കാരാണെങ്കിൽ 6 മണിക്കൂർ വെച്ചാൽ മതി. ഞാൻ ഓവർനൈറ്റാണ് ചെയ്യുന്നത്. ഇതിപ്പോൾ ഇന്നലെ ഞാൻ ഫ്രീസറിൽ വെച്ചാണ്, ഇന്നാണ് എടുക്കുന്നത്. നമുക്കൊന്ന് തുറന്നു നോക്കാം എങ്ങനെയുണ്ട് നമ്മൾ ഐസ്ക്രീം കേക്ക് എന്ന് നോക്കാം. ഞാൻ മാറ്റി വെച്ചിട്ട് അതിൻ്റെ സൈഡ് ഭാഗം ഒന്ന് വെടുത്തിയെടുക്കാം. ഞാൻ ഫുള്ളായിട്ടൊന്നും ബട്ടർ പേപ്പർ വെച്ചിട്ടില്ലല്ലോ, അതുകൊണ്ട് തന്നെ ആ സൈഡ് ഭാഗം ഒന്ന് ഇതാക്കണം. ഫുള്ളായിട്ട് വെച്ചിരിക്കുകയാണെങ്കിൽ ഇതിൻ്റെ ആവശ്യമില്ല. ഞാൻ ഫുള്ളായിട്ട് വെച്ചിട്ടില്ലല്ലോ, അതുകൊണ്ടാണ്. എല്ലാ ഭാഗവും ഒന്ന് വെടുത്തെടുത്തിട്ടുണ്ട്. ഇനി നിന്നും പ്ലേറ്റിലേക്ക് മറിച്ചിടാം. ഒന്ന് ടാപ്പ് ചെയ്ത ശേഷം നമുക്ക് കേക്ക് ഇടുന്നതിന് മുകളിൽ നിന്ന് മാറ്റി വെക്കാം എങ്ങനെയുണ്ടെന്ന്. സൂപ്പറായിട്ട് വേണ്ടിട്ടുണ്ട്. യാതൊരു ക്രാക്കും വന്നിട്ടില്ല, ഒന്നും അവിടെ ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല. ഇനി നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ട് ഉള്ളിലൊക്കെയെന്ന്. കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, ഒന്ന് സൂക്ഷിച്ചു വേണം. കാരണം ഐസ്ക്രീം നല്ല കട്ടിയായിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ മെല്ലെ വേണം ചെയ്തെടുക്കാൻ. പിന്നെ ഇത് കട്ട് ചെയ്ത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തതിന് ശേഷം കട്ട് ചെയ്തതിന് ശേഷം അധികം നേരമൊന്നും പുറത്ത് വെക്കണ്ട. കാരണം ഐസ്ക്രീമാണ്, മെൽറ്റായി പോവും. വിപ്പിംഗ് ക്രീമിൻ്റെ പോലെയല്ല. കട്ട് ചെയ്ത പാടെ കഴിക്കുക, അതാണ് ടേസ്റ്റ്. മെൽറ്റായാൽ അധികം ടേസ്റ്റില്ല. കട്ട് ചെയ്ത പാടെ കട്ട് ചെയ്ത് തന്നെ കഴിക്കണം, തണുപ്പോടെ തന്നെ കഴിക്കണം, അല്ലെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവില്ല. ഇതിന് മുകളിൽ കുറച്ച് ഡാർക്ക് ചോക്ലേറ്റും വൈറ്റ് ചോക്ലേറ്റും ഒന്ന് ഷേവ് ചെയ്തിട്ടാൽ സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും.
ഇനിയിപ്പോൾ അതൊന്നും കയ്യിലില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെറുതെ കഴിച്ചാലും മതി, അപ്പോഴും ടേസ്റ്റ് തന്നെയാണ്. നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നിങ്ങളെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, മറ്റുള്ളവർക്ക് എത്തണമെങ്കിൽ ഷെയർ ചെയ്യുക. താങ്ക് യു.